പ്രൈസ് ലോർഡ് നാമത്തിന് ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 91:14 വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഒന്നാമത് പറയുകയാണ് സ്തോത്രം, ഹല്ലേലൂയ. പറ്റിയിരിക്കുക, ദൈവത്തോട് സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ഇതൊരു വ്യക്തിയല്ല, മറിച്ച് ദൈവമായ ആഴമായുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വസ്തയിലും ആഴമായ ബന്ധത്തിലായിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് സ്തോത്രം, ഞാൻ നിന്നെ വിടുവിക്കും. ആത്മീയമോ ഭൗതികമായ ഏതവസ്ഥയിലും ഹല്ലേലൂയ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം അവനെ രക്ഷിക്കും. അതുപോലെ തന്നെ പാപത്തിൽ അകപ്പെടാതെ ഹല്ലേലൂയ ദൈവം അവനെ രക്ഷിക്കും. നിത്യജീവനെ കൊടുത്ത് ദൈവം അവിടുന്ന് മാനിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നാം ദൈവത്തോട് പറ്റിയിരിക്കണം, കർത്താവിനോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് പറ്റിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ യേശുവിനോട് പറ്റിയിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ വിടിവിപ്പാൻ അവൻ ശക്തനാണ്. രണ്ടാമത് ഹല്ലേലൂയ സങ്കീർത്തനം 91:15 വാക്യത്തിൽ പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. ഒന്നാമത് നമ്മൾ കർത്താവിനെ ഹല്ലേലൂയ പറ്റിയിരുന്ന് കർത്താവിനോട് അറിഞ്ഞ് അവൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ വിടുവിക്കും. രണ്ടാമത് പറയുകയാണ്, അങ്ങനെ പറ്റിയിരിക്കുന്നവന് ഹല്ലേലൂയ ഓരോ വ്യക്തിത്വവും കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതവും ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ കർത്താവ് അവനെ വിടുവിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു സ്തോത്രം, അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിൻ്റെ നാമം ഹല്ലേലൂയ സ്തോത്രം, അവൻ്റെ സ്വഭാവം, അധികാരം, വിശ്വസ്തത ഇവയെല്ലാം മനസ്സിലാക്കി പൂർണ്ണമായി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ ഒരുവനും തരുവാൻ കഴിയാത്ത അത്യന്തമായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പകർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ഹല്ലേലൂയ സംരക്ഷണവും സുരക്ഷിതത്വവും നമുക്ക് തന്ന് നമ്മളെ ഉയർത്തി മാനിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും സിംഹക്കുഴിയിലേക്ക് വീണ ദാനിയേൽ ഹല്ലേലൂയ തിരിച്ചു വരുവാൻ രാജാവ് ഉദ്ദേശിച്ചില്ല. എന്നാൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവനെ വിടുവിച്ചുവെങ്കിൽ അതേ ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കഷ്ടപ്പാടുണ്ടായാലും അവരോട് കൂടെ ഇരുന്ന് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് വിടിവിപ്പാൻ ശക്തനാണ്. യോബിൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാം മടക്കി കൊടുത്ത് അല്ലെങ്കിൽ അവനെ മാനിപ്പാൻ ശക്തനായെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നഷ്ടം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അതിനെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്, താഴ്ച വന്നോ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്ത് ചെയ്യണം? നാം ദൈവത്തോട് പറ്റിയിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.